ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ സ്ലീപ്പിംഗ് പാറ്റേൺ എല്ലാം ഓൾട്ടേൺ ആണ്. ഞാൻ ലാസ്റ്റ് വീഡിയോസിലൊക്കെ പറയുന്ന പോലെ. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര ടയർഡ് ഫീലിംഗ് ആയിരിക്കും കേട്ടോ. കാരണം ഒരാൾ ഉറങ്ങുന്ന സമയത്ത് ഒരാൾ ഉണർന്നിരിക്കുന്നതുകൊണ്ടും അച്ചാച്ചൻ പുറത്ത് പോകുന്നതുകൊണ്ടും എല്ലാം കൂടി ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ചല്ല കേട്ടോ, അതിലേറെ ബുദ്ധിമുട്ടാണ്. എങ്ങനെയൊക്കെയോ വണ്ടി ഓടുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും കൂടെ പ്ലാനിട്ട് കുറച്ച് മീൽ പ്ലാനിങ് ആയിട്ട് ഒരു 3-4 ഡേയ്സിനുള്ള കറീസ് എല്ലാം ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ആവശ്യത്തിന് ചൂടാക്കി ഡീപ്പ് ഫ്രീസ് ചെയ്തൊക്കെ വെച്ചാൽ മതിയല്ലോ. അങ്ങനെ നല്ല അയല മുളകിട്ട കറിയാണ് ഫസ്റ്റായിട്ട് വെച്ചത് കേട്ടോ. മീൻകറി ഇരിക്കുന്നതോറും രുചി കൂടും. നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ നല്ല മീൻകറി മുളകിട്ട് വെച്ചു കേട്ടോ. അതുപോലെ തന്നെ ചോറ് നമ്മൾ 2 ദിവസത്തിനാണ് വെക്കാറ്. ചോറ് ഒരുപാട് ബുദ്ധിമുട്ടില്ലല്ലോ, പെട്ടെന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാമല്ലോ. അതുപോലെ മീൻ പുരട്ടി വെച്ചു. ഇന്നത്തേനുള്ളത് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. കിളിമീനാണ് വറുത്തെടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഒരുമിച്ച് എടുക്കാനല്ല, നമുക്ക് ഒരു ആഴ്ച മാക്സിമം ഓടാനാണ് കേട്ടോ. പിന്നെ കക്ക ഇറച്ചി കാൽസ്യം റിച്ച് ആണ്. കക്ക ഇറച്ചി നമ്മൾ വീട്ടിൽ എപ്പോഴും വാങ്ങുന്ന എൻ്റെ ഫേവറേറ്റ് ഒരു ഐറ്റമാണ് കേട്ടോ. അതുകൊണ്ട് അച്ചാച്ചൻ വാങ്ങിയിട്ട് വന്നതാണ്. ഞാനത് റോസ്റ്റ് ചെയ്ത ഒരു ദിവസം തലേന്നേ വെച്ചിരുന്നതാണ്. അങ്ങനെ കക്ക ഇറച്ചിയും പിന്നെ നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ. തേങ്ങാ ചമ്മന്തി അച്ചാച്ചൻ്റെ മെയിൻ ഐറ്റമാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി പോരെ, അടിപൊളിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ചട്ടിച്ചോറിന് പറ്റുന്ന റെസിപ്പീസായി ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ അന്ന് അതെല്ലാം കൂടെ കൂട്ടി ഒരു ഓംലേറ്റും കൂടെ പൊരിച്ച് അടിപൊളി ഒരു ചട്ടിച്ചോറാക്കി അത് നിങ്ങളിലേക്ക് വേഗം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കറികളെല്ലാം കൂട്ടി കഴിക്കുന്നതിലും വലിയ ചട്ടിച്ചോറൊന്നും ഇല്ലല്ലോ. എനിക്ക് ചട്ടിച്ചോറ് കഴിക്കാൻ കുറേ ദിവസമായിട്ടൊരു ക്രേവിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇങ്ങനെ തന്നെ ട്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇനി നമ്മളിതെല്ലാം നല്ല രീതിയിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ ആവശ്യമുള്ളത് എടുത്ത് വെച്ചതിന് ശേഷം ബാക്കിയെല്ലാം മിനി ഫ്രീസറിൽ വെക്കും കേട്ടോ. അപ്പം 3-4 ഡേയ്സിന് അപ്പം നമുക്ക് ചൂടാക്കിയാൽ മതി. പിന്നെ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനുമുള്ള കറീസ് പ്രിപ്പയർ ചെയ്ത് തലേന്ന് തന്നെ വെക്കും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കുഞ്ഞുവാവ് എണീക്കുന്നതിന് മുമ്പ് അച്ചാച്ചൻ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കും. കറി തലേന്ന് ഞാൻ ഉണ്ടാക്കി വെക്കും. അങ്ങനെ ഞങ്ങൾ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചു കേട്ടോ. ഡ്യൂട്ടിയൊക്കെ തുടങ്ങുമ്പോൾ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ടേ, അതുകൊണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. സീ യു.